യേശുവിൻ്റെ ദേവാലയ ശുദ്ധീകരണത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. യേശുവിൻ്റെ തിന്മകൾക്കെതിരായിട്ടുള്ള ഒരു ചാട്ടവാർ പ്രയോഗമായിരുന്നു അന്ന് സംഭവിച്ചത്. ഇന്നും ആ ചാട്ടവാർ പ്രയോഗം പലരിലൂടെയും സംഭവിക്കുന്നുണ്ട്. കവിതകളിലൂടെയും കവികളിലൂടെയും മറ്റ് കലാരംഗത്തും അതിൻ്റെ സ്പഷ്ടമായിട്ടുള്ള ആവിഷ്കാരം നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഹൃദയ സംവാദത്തിൽ നമ്മളോടൊപ്പമുള്ളത് ഹാസ്യ കവിതകളിലൂടെ സമൂഹത്തിൻ്റെ തിന്മകൾക്കെതിരെ ക്രിസ്തുവിൻ്റെ ചാട്ടവാർ ഉയർത്തിയ വ്യക്തിയാണ്. കുഞ്ചൻ നമ്പ്യാർ കഴിഞ്ഞാൽ മലയാള ഹാസ്യ കവിതയിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം, ശ്രീ ചെമ്മനം ചാക്കോ. സാറേ, ഓരോ കവിക്കും അവരുടേതായ ശൈലിയുണ്ട്. സ്റ്റൈൽ ഈസ് ദ മാൻ എന്ന് തന്നെ പറയും. ആ ശൈലിയാണ് അവരുടെ ഐഡന്റിറ്റി സൃഷ്ടിക്കുന്നത്. അതെ. സാറിൻ്റെ കവിതയുടെ ശൈലി എന്ന് പറയുന്നത് ആക്ഷേപഹാസ്യമാണ്. എന്തുകൊണ്ടാണ് സാറ് ഈ ആക്ഷേപഹാസ്യം എന്ന രീതി തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഞാൻ സാഹിത്യ സേവനം ഒരു സാമൂഹിക സേവനവും കൂടി ആകണം എന്നാഗ്രഹിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. കേവലം ജനങ്ങളെ രസിപ്പിച്ചാൽ പോരാ, നേരെ മറിച്ച് രസാനുഭവത്തിനപ്പുറം ജീവിതത്തിന് പ്രയോജനകരമായിരിക്കുന്ന എന്തെങ്കിലും ഒരു സന്ദേശവും കൂടി എന്തെങ്കിലും വസ്തുതകൾ കൂടി അതിലുണ്ടായിരിക്കണം എന്നർത്ഥം. ഒരു രണ്ടാം കണ്ണ് കൂടി ഉണ്ടായിരിക്കണം എന്നാഗ്രഹിക്കുകയും അതനുസരിച്ച് എൻ്റെ കാവ്യ രചന മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ ഇതിനുള്ള പല മാർഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞല്ലോ, വെറുതെ ആക്ഷേപിക്കുകയല്ല. ഒരു കൂനനെ കൂനൻ എന്ന് പറഞ്ഞ ആക്ഷേപമല്ലേ, വല്ലോ സാഹിത്യപരമായിരിക്കുന്ന അല്ലെങ്കിൽ ജീവിത സന്ദേശപരമായിരിക്കും യാതൊരു പ്രയോജനമില്ലല്ലോ. നേരെ മറിച്ച് നമ്മൾ ആക്ഷേപിക്കുമ്പോൾ അവിടെ സന്ദേശവും കൂടി ഉണ്ടായിരിക്കണം, വിമർശനവും കൂടി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ ആക്ഷേപഹാസ്യം എന്നുള്ളതിന് പകരം ഞാൻ വിമർശഹാസ്യം, വിമർശനമെന്ന് വേണ്ട, വിമർശനം തുല്യമാണ്. അപ്പോൾ വിമർശഹാസ്യ കവിതകളാണ് എഴുതുന്നത്. അത് എഴുതാനായിട്ട് പ്രത്യേക കാരണമുണ്ട്. സമൂഹത്തിലെ വൈകല്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും കാണുന്ന വികൃത സത്യങ്ങൾ, വിരോധാഭാസങ്ങൾ, കഥയില്ലായ്മകൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ, അഴിമതികൾ, ഇങ്ങനെ നാനാവിധ വൈകല്യങ്ങൾ നമുക്ക് കാണാമല്ലോ. അപ്പോൾ അതിനെയെല്ലാം നമ്മൾ വിമർശിക്കണം. വിമർശിക്കുന്നതിന് 2-3 വഴികളുണ്ട്. ഒന്ന്, ഒരു വിപ്ലവത്തിൻ്റെ ഭാഷയാണ്. ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആക്രോശത്തിൻ്റെ ഭാഷ ഉപയോഗിക്കാം. അപ്പോൾ ഈ ആക്രോശത്തിൻ്റെ ഭാഷ ഇവിടെ ഒരു കാലത്ത് വളരെയധികം പ്രബലപ്പെട്ടിരുന്നു, വളരെയധികം വിലമതിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഈ ആക്രോശത്തിൻ്റെ പ്രവാചകന്മാർ തന്നെ തമ്മിലടിക്കുകയും സ്വാർത്ഥ താല്പര്യങ്ങൾ മുഴുകുകയും തമ്മിലടിക്കുകയും ചെയ്തപ്പോൾ ആക്രോശത്തിൻ്റെ ഭാഷയ്ക്ക് വിലയില്ലാതെയായിപ്പോയി. പിന്നെ ഉപദേശത്തിൻ്റെ ഭാഷയാണ്. ഉപദേശത്തിൻ്റെ ഭാഷ ഈ ജീവിത വ്യഗ്രത വർദ്ധിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലുണ്ടല്ലോ, ശ്രദ്ധിക്കാൻ താല്പര്യക്കാർ കുറവാണ്. പിന്നെ എങ്ങനെ ഈ പ്രശ്നം ആളുകളുടെ മുൻപിൽ കൊണ്ടുവരും എന്നുള്ളത് എനിക്കൊരു പ്രശ്നമായി. അപ്പോഴാണ് ഈ നവരസങ്ങളിൽ മനുഷ്യ മനസ്സിനെ പെട്ടെന്ന് ആകർഷിക്കുന്ന രസമാണ് ഈ ഹാസ്യം. ശൃംഗാരത്തെക്കാളും തന്നെ പെട്ടെന്ന് ആകർഷിക്കും ഹാസ്യം. കേട്ടവറിനെ ചിരിക്കില്ലേ? അപ്പോൾ ആ ഹാസ്യത്തിന് വേണ്ടി ആളുകൾ കൂടെ വരും. അപ്പോൾ കൂടെ വരുമ്പോൾ ആ ഹാസ്യരസ അനുഭവം കഴിഞ്ഞാലുണ്ടല്ലോ, ഈ കാര്യം കൂടെ ധ്വനിപ്പിക്കുന്ന രീതിയിൽ ഹാസ്യത്തെ കൈകാര്യം ചെയ്യുക. അങ്ങനെ ഞാൻ ഹാസ്യം മാധ്യമമാക്കിയെടുത്തു എന്നർത്ഥം. ആവിഷ്കാരത്തിന് മാധ്യമമാക്കിയെടുത്തു. ഞാൻ ആ ഉദാഹരണങ്ങൾ കൊണ്ട് വേണം വ്യക്തമാക്കാം. ഹാസ്യരീതി സാറ് കവിതയിൽ ഉൾപ്പെടുത്തിയപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ച ഏതെങ്കിലും ഒരു അനുഭവം സാറ് പറയുമോ? ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ കവിതയ്ക്കുണ്ടല്ലോ, ഈ ഹാസ്യം മാധ്യമമാക്കി എന്ന് പറയുന്നു. ആക്രോശത്തിൻ്റെ ഭാഷയിൽ പറയേണ്ട കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ ആളില്ലാ കസേരകൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു വളരെ പ്രസിദ്ധി നേടിയൊരു കവിതയുണ്ട്. അക്കൗണ്ട് ഓഫീസിൽ PF പ്രൊവിഡൻറ്റ് ഫണ്ട് മേടിക്കാനുള്ള അനുവാദത്തിന് വേണ്ടി ഒരു വയസ്സൻ സാറ് വാദ്യാർ 10-30 നമ്മൾ കയറി ഇറങ്ങുന്നതാണ്. അവിടെ ചെല്ലുമ്പോഴും ആളില്ലാ കസേരകളാണ്. ഞാൻ തന്നെ ഒരാളുടെ PF അന്വേഷിച്ച് അവിടെ പോയപ്പോൾ ഉണ്ടായൊരു അനുഭവം കൂടിയാണത്. സ്വന്തം അനുഭവം. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു ഒരു 53 കൊല്ലം താമസിച്ചു, 1950 മുതൽ. അപ്പോൾ വേറൊരാളുടെ PFന് വേണ്ടിയിട്ടുണ്ടല്ലോ, ഞാനവിടെ അടുത്താണ് താമസിക്കും, 1.5 കിലോമീറ്റർ അക്കൗണ്ട് ഓഫീസിലേക്ക്. ഞാനൊരു വണ്ടിയൊക്കെ ഓടിച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ 1.5 മിനിറ്റ് കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ സാറ് ഇതിനാവെന്ന് വളരെ ബഹുമാനത്തിൽ. എന്നിട്ട് പോലും എനിക്ക് 10-30 തവണ കയറേണ്ടി വന്നപ്പോൾ സാധാരണക്കാരൻ്റെ ഗതി എന്തായിരിക്കും
എന്ന് ചിന്തിച്ചിട്ട് ഞാൻ എഴുതിയൊരു കവിതയാണെന്നർത്ഥം. ആളില്ലാ കസേരകൾ. അത് പ്രസിദ്ധീകരിച്ചപ്പോഴത്തേക്കും ഭയങ്കരമായിരിക്കുന്ന കോളുകളൊക്കെ തന്നെ ഉണ്ടായി. അന്നത്തെ അക്കൗണ്ട് ജനറൽ ജെയിംസ് ജോസഫ് എന്ന് പറഞ്ഞൊരു ആദർശ സമ്പന്നനായിരുന്നുകൊണ്ട് അദ്ദേഹം ഇത് കണ്ടിട്ട് കണക്കെല്ലാം എടുത്തിട്ട് ഓഫീസ് ഓർഡർ ഉണ്ടാക്കി ഇട്ടു. ഞങ്ങൾ 60,000 മാൻ പവർ കുടിശ്ശികയുണ്ട് ഇവിടെ. ഒരാൾ തന്നെ ഇരുന്ന് ജോലി ചെയ്താൽ 250 കൊല്ലം വേണം. നമ്മൾ 350 പേരുണ്ട് ഇവിടെ. നമ്മൾ ഈ കവിത ഒരു നോബൽ വെഞ്ചിയൻസ് ആയിട്ടെടുത്ത് നമ്മൾ ജോലി തീർക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓഫീസ് ഓർഡർ. ആ ഓർഡറിൻ്റെ പുറകിൽ എൻ്റെ കവിതയുടെ ഫോട്ടോസ്റ്റാറ്റ് ചേർത്തിരുന്നു കേട്ടോ. അപ്പോൾ അത് വലിയ സംഭവമായി. ഇപ്പം യൂണിയൻകാരൊക്കെ ഇളകാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞുള്ള കവിത എഴുതി. സംഗതി ശരിയല്ലേ? ഒരുപാട് ജോലി ആ കാലത്ത് നടന്നേ. അപ്പോൾ ഇതൊക്കെ കവിതയ്ക്ക് ഇന്നും ജനങ്ങളുടെ മേൽ സ്വാധീന ശക്തി ഉണ്ടെന്ന് തെളിയിക്കാൻ സാധിച്ച ഒരു സംഭവമാണെന്നാണ്. സാറിന് നേരിട്ട് കിട്ടിയ ഒരു അനുഭവത്തിൻ്റെ ഒരു ആവിർഭാവമായിട്ടാണ് ഈ ആളില്ലാ കസേരകൾ എന്നുള്ള കവിത സാർ എഴുതിയത്. പലപ്പോഴും സാറിന് മറ്റ് കവിതകളൊക്കെ എഴുതിയപ്പോൾ ഒരു പക്ഷേ സാറിന് പലപ്പോഴും ഇൻഫർമേഷൻസ് കിട്ടിയത് പത്രങ്ങളിൽ നിന്നാവാം, കേട്ടറിവാകാം. പലപ്പോഴും അത് സത്യമാവണമെന്നില്ല. എത്രത്തോളം സാറിന് സത്യസന്ധമായിട്ട് സാറിൻ്റെ കവിതകൾ അവതരിപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ പത്രങ്ങളിൽ നിന്ന് കിട്ടുന്നതും കേട്ടറിവൊക്കെ ഉണ്ടല്ലോ, പലതും സത്യമാകാം എന്നുള്ളൊരു അവസ്ഥയും കൂടെ താങ്കൾ ധരിക്കണം. ചിലത് സത്യമല്ലാതായിരിക്കാം. ഇവിടെയൊക്കെ മനുഷ്യന് വിവേചനാശക്തി തന്നിട്ടുണ്ട്. ആ വിവേചനശക്തി വെച്ചുകൊണ്ടുണ്ടല്ലോ തരംതിരിക്കുവാനുള്ള ഒരു പരിശ്രമമാണ് ഞാൻ നടത്തുന്നത്. അതിന് ഞാൻ എൻ്റെ യജമാനായിട്ട് കരുതിയിരിക്കുന്ന ഏതെങ്കിലും പാർട്ടിയെയോ ഏതെങ്കിലും മതത്തെയോ അല്ല, എൻ്റെ മനസാക്ഷി അനുസരിച്ച് ശരിയാണെന്ന് തോന്നിയാൽ അത് എന്തെല്ലാം ദുരനുഭവം ഉണ്ടായാലും ആവിഷ്കാര ധൈര്യത്തോടു കൂടി പറയുക. അങ്ങനെ ഉള്ളവന് സറ്റയർ എഴുതാനൊക്കെ ഉള്ളൂ, ഈ സമൂഹത്തിലെ ദോഷങ്ങൾ പറയാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നയമാണ് ഞാൻ സ്വീകരിക്കുന്നത്. ധൈര്യം വേണം സാറിന്. ധൈര്യം എനിക്കല്ല, സറ്റയർ എഴുതുന്ന ആർക്കും വേണം. കൊഞ്ചത്തമ്പ്യാർ മുതൽ സഞ്ജയൻ മുതൽ എല്ലാവർക്കും വേണം. ഓക്കെ സാറുടെ ഓരോ കവിക്കും കവിധർമ്മമുണ്ട്, സമൂഹത്തിനുള്ളൊരു പ്രതിബദ്ധതയുണ്ട്. അതെ. സാറിൻ്റെ കവിധർമ്മം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? അതെ, അത് ഞാൻ എനിക്കിപ്പോൾ 81 വയസ്സ് കഴിഞ്ഞ് 82ാമത്തെ വയസ്സിലാണ് ഞാൻ സംസാരിക്കുന്നത്. തലമുടിയൊക്കെ ശാസ്ത്രത്തിൻ്റെ സഹായം കൊണ്ട് അല്പം കറുത്തിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കുകൊണ്ടാവാനാണ് ഞാൻ. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനായിട്ട് നാം സഹിച്ച അതിൻ്റെ അളവൊക്കെ എനിക്കറിയാം. എത്രമാത്രം ത്യാഗം, എത്രമാത്രം മനുഷ്യർ, എത്ര ആരോഗ്യം, എത്ര സമയം, ഇതെല്ലാം യോഗക്ഷേമം എല്ലാവരും കൂടെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ അങ്ങനെ എല്ലാ മതങ്ങളും എല്ലാ പ്രായക്കാരും ജാതി സ്ത്രീ പുരുഷ ഭേദമന്യേ തന്നെ സമരം ചെയ്താണ് നമ്മൾക്ക് സ്വാതന്ത്ര്യം നേടിയത്. സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞിട്ട് ആളുകളുടെ വിചാരം എൻ്റെ പോലും വിചാരം ഈ നാട്ടിൽ സ്വന്തം താല്പര്യത്തിൽ ഭരണം നടക്കുമ്പോഴേക്കും പാലും തേനും ഒഴുകുമെന്നുള്ള ഒരു ശൈലി തന്നെ ഉപയോഗിക്കട്ടെ, അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കാര്യം എവിടെ മാറിക്കിടക്കുന്നു എന്നർത്ഥം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മളൊരു വികസ്വര രാജ്യത്തിൽ, ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ടില്ല. അപ്പോൾ ഒരു ഡെവലപ്ഡ് കൺട്രി, ഒരു വികസിത രാജ്യം ആക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ടല്ലേ. അപ്പോൾ ഓരോ ഇന്ത്യൻ പൗരനും തൻ്റെ വികസ്വര രാജ്യത്തെ വികസിത രാജ്യമാക്കാനുള്ള ചുമതലയുണ്ട്. ഇത് സാഹിത്യകാരനുണ്ട്. ആളുകളെ വെറുതെ രസിപ്പിച്ചുകൊണ്ടിരുന്നാൽ പോരാ, ആ രസാനുഭവത്തിൽ നിന്ന് ജീവിതത്തിന് പ്രയോജനകരമായിരിക്കുന്ന ഏതെങ്കിലും കാര്യം വേണം. ഇപ്പോൾ ഉദാഹരണം കൊണ്ട് ഇപ്പോൾ എല്ലാം പത്രങ്ങളിൽ നിന്ന് പറഞ്ഞില്ലേ, പത്രങ്ങളിൽ നിന്നല്ല, നമുക്ക് സങ്കല്പത്തിൽ അറിയാം ജോലി ശരിക്കും ചെയ്യൂല. അപ്പോൾ കോർപ്പറേഷനിൽ തന്നെ ഒരു പട്ടി ചത്ത് കിടന്നാൽ അല്ലെങ്കിൽ അനാമത്തുകൾ കിടന്നാൽ ഇതെല്ലാം നീക്കാനായിട്ട് വിഭാഗങ്ങളുണ്ട്, ജോലിക്കാരും ഒക്കെ ഉണ്ട് അല്ലേ. പക്ഷേ ഇത് ചെയ്യാതിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഞാൻ ആ നീണ്ട കവിതയിലേക്ക് പോകുന്നില്ല. ഒരു നാട്ടുനടപ്പെന്ന് പറഞ്ഞൊരു കവിത എഴുതി, അതിന് ഞാൻ ഉദാഹരണം പറയാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഹാസ്യം എങ്ങനെയാണ് കൊണ്ടുവന്ന് ഈ ആക്രോശ ഭാഷയ്ക്കും ഉപദേശ ഭാഷയ്ക്കും പകരം ഹാസ്യം എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഈ ശാല പ്രേക്ഷകരെല്ലാം തന്നെ മനസ്സിലാകും. അപ്പോൾ 2 നാളായി റോഡിലൊരു പട്ടി ചത്തു കിടക്കുന്നു, കൊണ്ടുപോകാൻ ആരുമില്ല കോർപ്പറേഷനിൽ. അതിന് ജോലിക്കാരൊക്കെ ഉണ്ട്, പക്ഷെ കൊണ്ടുപോകുന്നില്ല. വരുന്നവർ മൂക്കുപൊത്തി കടന്നുപോയി, വരിഷ്ഠമാം നഗരത്തിൻ സ്ഥിതിവിശേഷം. അപ്പോൾ ഒരു പള്ളിയിലെ പുരോഹിതന് ഇത് കണ്ടിട്ട് അവരറിഞ്ഞു കാണുകയില്ല. എല്ലാവർക്കും ജ്ഞാനദൃഷ്ടിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അറിയിച്ചാൽ ഉടനെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചുകൊണ്ട് അയലത്തെ പള്ളിയിലെ പുരോഹിതൻ കോർപ്പറേഷൻ അധികാരിയോട് കാര്യം ഫോണിലോതുമ്പോൾ, ഉടനെ ചുമതല എന്നാണ് വിചാരിച്ചു, പക്ഷേ ഓതുമ്പോൾ ചുമതല മറന്ന് ഏറും അഹങ്കാര സ്വരത്തിൽ വൻഗമയിൽ ഈ വിധമയാൾ തുറന്നടിച്ചു. എന്തായാലും പറഞ്ഞറിഞ്ഞോ, അതിന് അച്ചു സ്വന്തം നാട്ടിൽ മരിച്ചോർതൻ കാര്യമെല്ലാം
വിധി പോലെ പുരോഹിതരല്ലിതോ കെണ്ടു. ഇതാണ് ഉദ്യോഗസ്ഥന്മാരുടെ മനോഭാവം. അവനൊരു ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ യജമാനാണെന്ന്, ദാസനാണെന്ന് ചിന്തിക്കേണ്ടതെന്നർത്ഥം. പക്ഷേ ഈ അച്ഛൻ തീരെ മോശക്കാരനായിരുന്നില്ല. പുരോഹിതൻ തിരിച്ചോതി, പ്രിയപ്പെട്ട സുഹൃത്തേ താൻ പറഞ്ഞതിൽ കാര്യമുണ്ട്, സമ്മതിച്ചു ഞാൻ. അല്പം കാര്യമൊക്കെ ഇല്ലേ? സമ്മതിച്ചു ഞാൻ. പക്ഷേ ആരെങ്കിലും മരിക്കുമ്പോൾ അടുത്ത ബന്ധുവേ കാര്യമറിയിക്കുന്നത് നാട്ടു നടപ്പല്ലയോ, അതിനാൽ വിളിച്ചു ഞാനും. ക്ഷമിച്ചാലും അടിയേറ്റോരധികാര ഗർവ സർപ്പമ്പത്തി താഴ്ത്തുന്നു. ഇവിടെ ഹാസ്യത്തിൽ കൂടെയാണ് നമ്മൾ കാര്യം മനസ്സിലാക്കിയതെങ്കിലും ഇവിടെ അവൻ്റെ പക്ഷം അനീതി നിറഞ്ഞതാണെന്ന് നാം ബോധ്യപ്പെടുന്നില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ചിന്തയിലേക്ക് ആസ്വാദനത്തിന് ശേഷം മനസ്സിനെ നയിക്കുന്നു എന്നർത്ഥം. ഇതാണ് ഹാസ്യത്തിൻ്റെ രണ്ടാം കണ്ണ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഈ ചിരിക്കേണ്ട കാര്യമാണോ? ഈ പട്ടി ചത്തി കടന്നു കൊണ്ടുപോകുന്നില്ല, അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് ഇത് അച്ഛനൊക്കെയാണ് ചെയ്യേണ്ടത് പറഞ്ഞാൽ ചിരിക്കേണ്ട കാര്യമല്ലല്ലോ. അപ്പോൾ ആ ചിരിക്കേണ്ട അല്ല, നാം ഓർത്തോർത്ത് നെടുവീർപ്പെടേണ്ട കാര്യങ്ങളെ ഹാസ്യത്തിൻ്റെ മാധ്യമത്തിൽ അവതരിപ്പിക്കുന്ന ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ കവി ധർമ്മം എന്ന് പറയുന്നത് ഇങ്ങനെ സമൂഹത്തിൻ്റെ പ്രയോജനപരതയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാടിൻ്റെ വികസ്വര അവസ്ഥയെ വികസിത രാജ്യത്തിൻ്റെ പദവിയിലേക്ക് മാറ്റാനായിട്ട് തന്നാലാകുന്ന ഒരു ഉപാധിയാക്കി ഉപകരണമാക്കി മാറ്റണം എന്നുള്ളത് സാഹിത്യകാരൻ്റെ ഈ കാലഘട്ടത്തിലെ ധർമ്മമാകുന്നു. സാറിൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു തൂലികയായിട്ടത് ഉപയോഗിക്കുന്നു അല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് സാറിൻ്റെ ഈ കവിതകളിലുള്ള ഒരു പ്രാസവും അതിനെക്കുറിച്ചൊന്ന് സാറ് പറയാമോ? എന്താണ് സാറ് എടുക്കുന്ന ഒരു രീതി? പലപ്പോഴും സാറ് കഥ പറയണ പോലെ വളരെ സ്പഷ്ടമായിട്ട് ആളുകൾക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാവുകയും ചെയ്യുന്ന ചോദ്യമാണ്. ഞാൻ എഴുതുന്നതിന് സാഹിത്യ ലക്ഷ്യം പോലെ തന്നെ സാമൂഹ്യ ലക്ഷ്യമുണ്ട്. സാമൂഹ്യ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിന് മനസ്സിലാകണം. സമൂഹത്തിലെ ഉന്നത തലങ്ങളിലുള്ള കുറേ പേർക്ക് മനസ്സിലായാൽ പോരാ, നേരെ മറിച്ച് സമൂഹത്തിലെ താണതലങ്ങളിലുള്ളവർക്ക് മനസ്സിലാകണം. അതേ സമയത്ത് അത് ഈ പറഞ്ഞതുപോലെ പ്രാസത്തിനും ശ്ലേഷത്തിനും വേണ്ടിയിട്ട് ഞാൻ പോയിട്ടില്ല. നേരെ മറിച്ച് ഈ സംഭാഷണ ഭാഷയോട് രക്തബന്ധമുള്ള ഒരു ശൈലിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഗാന്ധി വരുന്ന ആത്മഹത്യ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ഗാന്ധി വന്ന് ഈ ലോകത്തിൻ്റെ പുരോഗതിയൊക്കെ കൊണ്ട് നിൽക്കുകയാണ്. കേരളത്തിൻ്റെ പുരോഗതിയൊക്കെ കൊച്ചിയിലാണ് വന്നത്. അതിപ്പോൾ എന്തുമാത്രം കെട്ടിടങ്ങൾ, ഷർട്ടില്ലാത്ത മനുഷ്യനില്ല, ചെരുപ്പില്ലാത്ത മനുഷ്യനില്ല, ബാഹ്യമായ പുരോഗതി എല്ലാം ഉണ്ട്. ഇവിടെ അതാ സംഭവിക്കുന്നത്. പക്ഷേ ആന്തരികമായി നമ്മൾ വളരെയധികം ശോഷിച്ചു പോയി എന്നുള്ളതാണ് എനിക്ക് ആവിഷ്കരിക്കേണ്ട കാര്യം. അപ്പോൾ ഗാന്ധി അങ്ങനെ റോഡിൻ്റെ അവിടെ ഇങ്ങനെ കണ്ടിങ്ങനെ നിൽക്കുമ്പോഴേക്കും ഒരു പയ്യൻ സൈക്കിളിൽ വന്നിട്ട് വഴിയിൽ നിന്നും മാറി നിൽക്കും ഓപ്പിൽസേ, പണ്ടേ കുഴിയിൽ പോകേണ്ടെന്താൻ എന്തിനായി കറങ്ങുന്നു എന്നാണ്. അവിടെ പുതിയ തലമുറയ്ക്ക് ഗാന്ധിജി വെറും ഓപ്പിൽസായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴേ കടുവാപ്പടം തിങ്ങുമുടുപ്പും മുന്നിൽ പക്ഷിക്കുടുമ പിടിപ്പിച്ചതല്ല. ഇങ്ങനെ അതിൻ്റെ ബാഹ്യമായ വർണ്ണനയുണ്ട്. ബാഹ്യമായിട്ട് യാതൊരു ഒരു പോരായികയും നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. അതാണ് അതിൻ്റെ സത്യം. ആന്തരികമായ ശോഷണമാണ് ആ കവിത. അങ്ങനെ ഒരുപാട് പോകും. അപ്പോൾ ഇങ്ങനെ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതുമ്പോൾ ഞാൻ കവിതയിൽ ആധുനിക കവിതയില്ല, വൃത്താനുഗന്ധിയായിട്ടാണ് എഴുതുന്നത്. അത് കവിതയ്ക്ക് ആയുസ് കൊടുക്കും. ഇപ്പോൾ കൂലി ചോദിക്കാൻ മുന്നിൽ നീളുന്ന നാവുണ്ടാർക്കും. ഇവിടെ നമ്മുടെ നാട്ടിൽ കൂലി ചോദിക്കാൻ മുന്നിൽ നീളുന്ന നാവുണ്ടാർക്കും, വേല ചെയ്യാനോ പിന്നിൽ കെട്ടിയ കരങ്ങളും. ഇതല്ലേ അവസ്ഥ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ അത് ഞാൻ മനസ്സിൽ കിടക്കും ഇല്ലേ? നേരെ ഞാൻ പറിച്ചത് ഗദ്യത്തിൽ പറഞ്ഞാൽ അന്നേരം അത് പോവും. അപ്പോൾ ഒരു ദീർഘായുസ്, ആശയത്തിന് ദീർഘായുസ് നൽകാൻ സഹായിക്കുന്നതുകൊണ്ട് ഞാനിത് കവിതയുടെ ഉണ്ടല്ലോ ഒരു വൃത്താനുഗന്ധിയായിരിക്കുന്ന ശൈലിയിൽ എഴുതുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് സാറിൻ്റെ കവിതകൾക്ക് ഒരു പല മുനകളുണ്ട്. പല മുനകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരെയും അത് സ്പർശിക്കും. പല രീതിയിൽ ആൾക്കാർക്ക് അത് ചിലപ്പോൾ ആൾക്കാർക്ക് അത് വിമർശനം, ആൾക്കാർക്ക് അത് മനസ്സിലാകും. അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? അതെ, ഞാൻ ഈ പറഞ്ഞില്ലേ, ആളുകൾക്ക് മനസ്സിലാകാനായിട്ട് ആവിഷ്കരിക്കുമ്പോൾ മുനകളില്ലാതെ ഇങ്ങനെ ആവിഷ്കരിക്കുന്നത്. അവിടെ ആരുടെ മുനയാണ് എന്താണെന്ന് നോക്കാറില്ല. മതത്തിൻ്റെ ആയാലും രാഷ്ട്രീയക്കാർ ഇത്രയും വിമർശിച്ചിട്ടുള്ളവരില്ല. മന്ത്രിമാരൊക്കെ ഈ അധികാരം കിട്ടിയാൽ അവിടെ പിന്നെ കടിച്ചു തൂങ്ങിക്കിടക്കാനായിട്ട് യത്നം ചെയ്യുന്നില്ലേ? ഏത് അവിഹിത മാർഗം ഉപയോഗിച്ചാണെങ്കിലും അധികാരത്തിൽ കടിച്ചു തൂങ്ങണം. ഇത് ആവിഷ്കരിക്കാനായിട്ട് ഞാൻ രക്തദൂഷ്യം എന്ന് പറഞ്ഞ കവിത എഴുതിയിട്ടുണ്ട്. വളരെ മാന്യനായ ഒരാൾ ആശുപത്രി പ്രവേശിപ്പിച്ചു. ഷാജുവിനേക്കാൾ മാന്യനാ. എന്നിട്ട് അയാൾ ആശുപത്രിയിൽ പോയി രോഗമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഇപ്പം ഇറങ്ങിപ്പോവില്ല. എന്ത് ചെയ്താലും ഇറങ്ങില്ല. അപ്പോൾ ഭാര്യ വന്ന് പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, നേഴ്സ് പറഞ്ഞു, ബലമായി വലം കയ്യാൽ കട്ടിലിൽ പിടിച്ചു,
തൻ തല കമ്പിളി കട്ടിപ്പുതപ്പാൽ മൂടിക്കൊണ്ടു ആണ്ടുകൊണ്ട് ഒരേ ഒരു കിടപ്പാണ്. ഇനി എന്നാ വേണ്ടെന്ന് അറിയാൻ ആളുകൾ വിഷമിക്കുക. ഒടുക്ക് ഇതിൻ്റെ കാരണം അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ രക്തദാന വാരം ആഘോഷിക്കുമല്ലോ. അന്ന് ഈ മന്ത്രിയുടെ രക്തം എടുത്തു. പിന്നെ കുറേ പാവങ്ങളുടെ രക്തം എടുത്ത് 20 രൂപയൊക്കെ കിട്ടും, അങ്ങനെ കൊടുത്തു, താഴ്പട്ടിനിക്കാരുടെ എടുത്തു. ഈ മാന്യരിൽ മാന്യനാകും ഈ രോഗിക്കല്ലോ മന്ത്രി തൻ രക്തം കുത്തിവച്ചു പോൽ നിർഭാഗ്യത്താൽ ബലമായി വലം കയ്യാൽ കട്ടിലിൽ പിടിച്ചു തൻ തല കമ്പിളി കട്ടിപ്പുതപ്പാൽ മൂടിക്കൊണ്ടും ആണ്ടുകൊണ്ട് ഒരേ ഇരു കിടപ്പാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ ചിരിക്കും. പക്ഷേ അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ രക്തം കുത്തിവെച്ചാൽ സ്വഭാവം പകരില്ലെന്നാണ് ശാസ്ത്രം. പക്ഷേ ഇത് ആളുകൾ വിശ്വസിക്കും. ഇവൻ്റെ രക്തം കുത്തിവെച്ചാൽ ഇവൻ അവിടെ ഇറങ്ങി പോകുന്നില്ല, അത്രയ്ക്ക് ദുഷിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇതുണ്ടല്ലോ, ഹാസ്യത്തിൻ്റെ മാധ്യമത്തിൽ നമ്മൾ ഈ ചിരിക്കേണ്ട കാര്യമാണ്. ഇതൊന്നുമല്ലല്ലോ, നമ്മൾ ദുഃഖിക്കേണ്ട കാര്യങ്ങൾ ഹാസ്യത്തിൻ്റെ മതി പറയുന്ന, അതാണ് എൻ്റെ ശൈലി എന്നർത്ഥം. സാറിൻ്റെ കവിതകളിലൂടെ സാറിൻ്റെ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയെല്ലാം തീർക്കുന്നുണ്ട്. അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. സാറിൻ്റെ ജീവിതത്തിൽ കാണുന്ന ഒരു കവി എന്ന നിലയിൽ സാറിൻ്റെ ജീവിതത്തിൽ കാണുന്ന ഒരു അർത്ഥം എന്താണ്? ഞാനേ വളരെയധികം ആലോചിച്ചിട്ടുള്ളൊരു വിഷയമാണിത്. ഈ ജീവിതം എന്താണ്, ഞാൻ ആരാണ്, ജനിച്ചത് എന്തിന്, എവിടെ പോകുന്നു, വേണ്ടപ്പെടുന്നവൻ ആര്, എന്തിനർത്ഥമാകും, എതുതാൻ പിന്നീട് എനിക്ക് ആസ്പദം, അനാത്വത്തോട് കാണും ഈ പ്രകൃതിയെ സൃഷ്ടിച്ചത് ആര്, എന്തിന്, ഞാൻ അഗോചരമാണിതൊക്കെ, അതിനാൽ കത്തുന്നു ചിത്തം സദാ. ഞാൻ പണ്ട് പഠിച്ചൊരു പാട്ടാണ്. ഏതാണ്ട് അവസ്ഥയിലാണ്. ഇതൊക്കെ എന്താണെന്ന് യാതൊരു പിടി കിട്ടുന്നില്ല. ജ്ഞാനത്തിന് അഗോചരമാണ്. ജ്ഞാനത്തിന് കാണാനൊക്കാത്ത രീതി, എൻ്റെ ചിന്തയ്ക്ക് പോലും കാണാനൊക്കാത്ത രീതിയിൽ എന്തോ ഒരു പ്രതിഭാസത്തിൻ്റെ ഇടയ്ക്ക് ഈ കോടാനുകോടി അണ്ടകടാഹത്തിനിടയ്ക്ക് ഒരു ചെറിയ തുണ്ടാണ് ഈ ഭൂമി. ആ ഭൂമിയിൽ എത്രയോ തരം ജീവികൾ, ആ ജീവികളിൽ തന്നെ എത്രയോ മനുഷ്യർ, അതിലൊരുത്തൻ ഞാൻ. അപ്പോൾ അതിലുള്ള ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഈ സമൂഹത്തിനോടുള്ള കർത്തവ്യം എന്നുള്ളതാണ് മെയിനായിട്ട് എന്നെ ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നുണ്ടായിട്ടുള്ള സിദ്ധാന്തങ്ങളിലേക്ക് ഏറ്റവും ഇതിന് പറ്റിയത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹ സിദ്ധാന്തമാണെന്ന്, അതിന് സംശയമൊന്നുമില്ല. ഇത് അന്യനെപ്പോലെ മറ്റുള്ളവനെ തന്നെ അന്യനെ കാണണം. സ്നേഹമില്ലെങ്കിൽ അവൻ മുഴങ്ങുന്ന ചേങ്കിലയോ അല്ലെങ്കിൽ ചിലയ്ക്കുന്ന കൈത്താളമൊക്കെ ആയിപ്പോന്നൊക്കെ പറയില്ല, പൗലോസ്ലീഹ പറഞ്ഞത്, അദ്ദേഹം ശിഷ്യം പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, ഈ സ്നേഹം ആണ്, ത്യാഗവും സ്നേഹവും ഇതെല്ലാമാണ് ഏറ്റവും പ്രധാനം ജീവിതത്തിൽ എന്നുള്ളതിന് സംശയമില്ല. അത് മറന്നിട്ടാണ് ഇന്ന് കാണുന്ന ഈ വൈകല്യങ്ങൾ മുഴുവൻ, ഈ സാമൂഹിക വൈകല്യങ്ങളുടെ എല്ലാ അടിസ്ഥാനം ഇതിൻ്റെ അഭാവമാണെന്നർത്ഥം. അത് ഈ യേശുക്രിസ്തുവിൻ്റെ ഉപദേശമാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ അംഗീകരിക്കുന്നു. അതാണ് യേശുക്രിസ്തുവിൻ്റെ വിലയും ക്രിസ്തുമതത്തിൻ്റെ വിലയും. അതിൻ്റെ അനുയായികളാണ്. അതനുസരിച്ച് പോയാൽ മതി. ആർഭാട് ഞാൻ പറഞ്ഞില്ല, ബാഹ്യമായിരിക്കുന്ന കാര്യങ്ങളല്ല, ആന്തരികമായിരിക്കുന്ന, ഇന്ത്യക്ക് പറ്റിയിരിക്കുന്നത് പോലും ബാഹ്യ പുരോഗതിയുണ്ട്, പക്ഷേ ആന്തരിക പുരോഗതിയില്ല. അതേപോലെയാണ് മതങ്ങളിലെ ഈ മതത്തിൻ്റെ മാത്രമല്ല, മതങ്ങളെല്ലാം തന്നെയുള്ള ബാഹ്യമായ കാര്യങ്ങൾ പ്രാധാന്യം കൊടുത്തിട്ട് ആന്തരിക ശോഷണം സംഭവിച്ചിരിക്കുക. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹസൽസ്വരൂപനാം നിൻ പിതാവിൻ സ്വർഗീയ ഗേഹത്തിൽ ഇന്നും വാഴാനിടമുണ്ടെങ്കിൽ പിന്നെ വന്നു നീ ജനിക്കല്ലേ ദേവാ, വച്ചിരിക്കില്ലേ മന്ന് 33 ദിവസം പോലും നിന്നെ എന്നാണ് എൻ്റെ വീണ്ടും നീ വന്നെത്തുമോ എന്ന് പറഞ്ഞ എൻ്റെ ഒരു, ഞാൻ ക്രിസ്തു മത അനുയായി നിന്നിട്ടുള്ള 2-3 കവിതകളേ ഉള്ളൂ. അതിലൊരു പ്രധാനപ്പെട്ട കവിതയത്. അപ്പോൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് 33 കൊല്ലം ജീവിച്ചിരുന്നു, ഇന്ന് വെച്ചിരിക്കില്ല, അത്രയ്ക്ക് ദുഷിച്ചിരിക്കുന്നു. കാരണം കള്ളവിൽപ്പനക്കാരെ കൂട്ടമായി ഓടിക്കുവാൻ പള്ളിയിൽ ചെല്ലേണ്ടി വന്ന അങ്ങതൻ കാലത്തെങ്കിൽ ഇന്നാട്ടെ കാപട്യത്തിൻ കച്ചവടക്കാരല്ലാതെ നിന്നാലും തിരിഞ്ഞാലും എങ്ങെങ്ങും കാൺമീലല്ലോ. അതുപോലെ കേവലം 3 വട്ടമാണെന്ന് പരീക്ഷിക്കാൻ നിർത്തിയത് സാത്താൻ. ഇന്ന് പരീക്ഷിച്ച് അവർ കൊല്ലും നടത്തി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചോരയിൽ പങ്കില്ലെന്ന് പറഞ്ഞ പീലാത്തോസ് കൈ കഴുകി, ഇന്നാണെങ്കിൽ ഇവനെ കൊന്നിട്ട് രക്തം കൊണ്ടുപോകാൻ കൈ കഴുകാൻ എന്ന് പറയും.
അങ്ങനെയുള്ള മനോഭാവമാണ്. കയ്പ് നീരാണെന്നാലും കുടിക്കാൻ തന്നു ദേവന്, അല്പമാൻ ദേവ അന്നും ജീവിച്ചു പോന്നു, ഇന്നാണെങ്കിൽ കുരിശിൽ കിടന്ന് പൊരിഞ്ഞു തീരും തർത്തം. അങ്ങനെയുള്ളൊരു മാറ്റമാണ്. അതുകൊണ്ട് നീ വരരുതേ വരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവസാനം പറയുക, എങ്കിലും അങ്ങല്ലാതെ ആരുണ്ടു ദേവാ, പാപപങ്കിലം ലോകം താങ്ങാൻ വീണ്ടും നീ വന്നെത്തുമോ. ക്രിസ്തുവിൻ്റെ സന്ദേശമില്ലേ ഈ സ്നേഹ സന്ദേശം, ആ സന്ദേശത്തിൽ കൂടിയാണ് ലോകത്തിന് സമാധാനവും ശാശ്വത പുരോഗതിയും എന്നുള്ളതിൻ്റെ ചിന്ത കൊണ്ടുവരുവാണ്. സാർ എവിടെയെല്ലാം തിന്മ കണ്ടിട്ടുണ്ടോ അവിടെയൊക്കെ സാറിൻ്റെ വിമർശനങ്ങൾ കടന്നു തന്നിട്ടുണ്ട്. സമൂഹത്തിലും മറ്റ് അധികാരവർഗത്തിലൊക്കെ സാർ വിമർശിച്ചിട്ടുണ്ട്. സാർ നിൽക്കുന്ന ഈ സമുദായത്തെ പോലും, ഈ ക്രിസ്ത്യൻ സമുദായത്തെ പോലും സാറിൻ്റെ കവിതകളിലൂടെ വിശുദ്ധ പാപികൾ, വീണ്ടും കുരിശിൽ എന്ന കവിതകളിലൂടെയൊക്കെ സാർ വിമർശിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് സാർ പറയാം. അതേ, അനീതി എന്ന് തോന്നുമ്പോൾ പിന്നെ ഞാൻ അവിടെ ഇന്ന മതത്തിൻ്റെ അംഗം എന്നുള്ള രീതിയിലല്ല ചിന്തിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വീണ്ടും നീ വന്നെത്തുമോ എന്ന് പറഞ്ഞുകൊണ്ടൊരു കവിത പറഞ്ഞല്ലോ, അത് അന്നത്തെക്കാളും തിന്മ വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ തിന്മകൾ എടുത്ത് കാണിക്കുന്നു. അതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തുവിൻ്റെ സിദ്ധാന്തമാണെന്ന് അവസാനം സൂചിപ്പിക്കുകയും ചെയ്യും. മറ്റത് വീണ്ടും കുരിശിൽ എന്നും പറഞ്ഞുകൊണ്ടൊരു കവിതയുണ്ട്. അത് പറയേണ്ട ഒരു ധർമ്മം. ഞാനീ പറഞ്ഞല്ലോ ഭാവാകക്ഷി കക്ഷി വഴക്കുകളൊക്കെ ഇല്ല, അതെല്ലാം വന്നിട്ട് ഞാൻ ഓർത്തഡോക്സ് സഭയുടെ അംഗമാണ്. ഇതൊക്കെ വളരെ പോരടിക്കുന്നു, ദിവസവും പോരടിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ത്യാഗവും സ്നേഹവും. പക്ഷേ ഇത് എവിടെ കാണാനുണ്ട്? അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് സംഘടിക്കാൻ ആളുകളുമുണ്ട്, അതിന് പണം നൽകാൻ ആളുണ്ട്, അതിന് പിന്നെ ജാഥ നയിക്കാൻ ആളുണ്ട്, അതിന് ഈ ആരോഗ്യം, സമയം, പണം എന്തും വിനിയോഗിക്കാൻ ആളുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് പക്ഷക്കാരും മത്സരിച്ചാണ്. അവർ 101 ആനയുണ്ടെങ്കിൽ ഇവിടെ 102 ആന, ഇത്രയും ഹംസരഥമുണ്ടെങ്കിൽ മറ്റ് വേറെ രഥം, ഇങ്ങനെ ഈ ആർഭാടങ്ങൾ കാണിച്ചുകൊണ്ട് 100 പള്ളി ഉണ്ടെങ്കിൽ 101 പള്ളി, ഇങ്ങനെ അതുപോലെ ഇത്ര വെത്രാനുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു ആർഭാട ബാഹ്യമായിരിക്കുന്ന കാര്യങ്ങളിലുള്ള ഇത് മാത്രമാണ് ശ്രദ്ധ. അത് ശരിയല്ല തോന്നിയിട്ട് ഈ മത്രാങ്കക്ഷിയും ഭാവകക്ഷിയും കൂടി പ്രകടനമാണിപ്പോൾ ഏത് കാണിക്കുന്നത്. ഇനി പ്രകടനങ്ങളിലേക്ക് വന്നിരിക്കുക. ഈ രാഷ്ട്രീയത്തിൻ്റെ ആ ചുവട് പിടിച്ചുകൊണ്ട് എത്ര ശക്തി കാണിക്കാം അങ്ങനെ ഊറ്റം കൊള്ളുന്നുണ്ട് ഇപ്പോൾ ഏത് മെത്രാന്മാർ വരെ. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഒരു 2 സഭയും കൂടെ ഉണ്ടല്ലോ, ഒരേ ദിവസം ഒരേ മൈതാനത്ത് ഈ അവരുടെ സമ്മേളനം നടത്താൻ പോവുകയാണ്. ഇന്ന് പ്രഖ്യാപനങ്ങൾ വന്നു. അപ്പോൾ സർക്കാർ വിഷമായി. സർക്കാർ പിന്നെ നടുക്ക് ഒരു മുള്ളുവേൽ കിട്ടിയിട്ട് ഒരു പക്ഷം വടക്ക് വശത്ത് ഒരു വശത്തേക്ക് വശത്തുനിന്നുള്ള പറ്റി വെക്കും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് അത് സ്നേഹ ഉപദേശകനായ ക്രിസ്തുവിൻ്റെ പേരിലാണ് താനും ഇങ്ങനെ 2 തീക്കടൽ പോലെ ആളുകൾ നിൽക്കുമ്പോഴത്തേക്കുമാണ് യേശുക്രിസ്തു മരിച്ച സന്ദർഭമുണ്ടല്ലോ, ഇടിവെട്ട് മുഴങ്ങുന്നു, അങ്ങനെയെല്ലാം കൊണ്ട് ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാകും. ഉടനെ മുകളിലേക്ക് നോക്കിയപ്പോഴേക്കും ഒരു അഗ്നിക്കുരിശ് ഇറങ്ങി വരുവാണ്. ഒരു തീ കൊണ്ടൊരു കുരിശിൽ പിടയുന്ന ഒരു ക്രിസ്തുവിനെ കാണുകയാണ് ആളുകൾ. എന്നിട്ട് അദ്ദേഹം അവിടെ മുകളിലേക്ക് പിതാവിൻ്റെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് അവർ ആ പിതാവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഇതാണ് വിശുദ്ധ വീണ്ടും കുരിശിൽ എന്ന് പറയുന്നത്. അതുപോലെ വിശുദ്ധ പാപികൾ എന്ന് പറഞ്ഞാൽ ചില പള്ളികളൊക്കെ പൂട്ടിക്കിടപ്പുണ്ടല്ലോ, ഈ പാവാകക്ഷി മെത്രാങ്കക്ഷി കഴിഞ്ഞിട്ട് എന്നിട്ട് 2 കൂട്ടരെയും പള്ളി ഇങ്ങാപ്പുറത്തുണ്ട്. അപ്പോൾ എനിക്ക് പരിചയമുള്ള പൂട്ടിക്കിടക്കുന്ന ഒരു പള്ളി, അതിൻ്റെ ആ സ്ഥലത്ത് നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടുത്തെ ആ ലഹളയൊക്കെ അറിയാം. ആ പ്രദേശത്തുകാരി ഒരാളെ വയനാട്ടിൽ ദൂരെ കെട്ടിച്ചു വിട്ടിരിക്കുന്നു. വളരെ നാൾ കൂടിയാണ് നാട്ടിലേക്കൊന്ന് വരുന്നത്, വാദമൊക്കെ പിടിച്ച് കിടന്നിട്ട്. അപ്പോൾ ആങ്ങളെ മരിച്ചുപോയി. ആങ്ങളയുടെ മരണാനന്തര ചടങ്ങിനാണ് വന്നിരിക്കുക, ആണ്ടച്ചാത്തനാണ് വരുന്നത്. വരുമ്പോഴേക്കും ഇവള് ഇങ്ങനെ വന്ന് ആ പള്ളിയുടെ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ പേരിലാണ് ഈ പള്ളി. അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ പള്ളിയിൽ വന്ന് ഗേറ്റ് തുറന്ന് അപ്പോൾ പള്ളിയിൽ നിന്ന് കുമ്പിടണം. പിന്നെ ആങ്ങളയുടെ ശവകുടീരത്തിൽ ഒരു മെഴുതിരി കത്തിക്കണം. ഇത്രയും 2 ലക്ഷ്യത്തിലാണ് വരുന്നത്. വളരെ വിഷമിച്ചൊരു സഹായിയുടെ കൂടെ കൈ പിടിച്ചൊക്കെയാണ് വരുന്നത്. വളരെ പ്രായമായി കഴിഞ്ഞതാണ്. അവൾ ചെറുപ്പകാലം കഴിച്ച ആ പള്ളിയല്ലേ. അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന ഗേറ്റ് തുറക്കാൻ തന്നപ്പോഴത്തേക്കും അവിടെ പൗലോസ് ലിഹായിക്ക് പകരം പോലീസ് ലിഹായി നിൽക്കുന്നത്, ബീഡി വലിച്ചോണ്ട് കുത്തിത്തള്ളേ ഗേറ്റൊക്കെ തള്ളാതെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ബദിരി ചാടി വേണമെങ്കിൽ ചവക്കോട്ടെ, അതിന് പോകാൻ കഴിയുമില്ല. അപ്പോഴേക്കും ഒരു മകൻ, ഈ 2 മക്കളുണ്ട് ഈ ആങ്ങളയ്ക്ക്. അതിലൊരു മകൻ വന്ന് അമ്മായി എപ്പോഴാണ് വന്നത്, ദൈവമുണ്ടോ, അപ്പൻ്റെ കുർബാനയുണ്ട്, കിഴക്ക് വശത്ത് ബാവാകൃഷിയുടെ പള്ളിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ച് അങ്ങോട്ട് വലിക്കുന്നു. പീറ്റർ എന്നാവൻ്റെ പേര്, പത്രോസ്ലിയുടെ പേര്. അപ്പോൾ വേറൊരു 2 ആൺമക്കളാണ് ഉള്ളത് ഞങ്ങളേക്ക്. അതിൽ മറ്റവൻ മോള് പെത്രാങ്കക്ഷി. അവൻ അമ്മായിയുടെ പിന്നെ അപ്പൻ്റെ ആണ്ടച്ചാത്തല്ലേ ഇന്ന് ഇവിടെ കുർബാനയുണ്ട്, ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് 2 പേരും കൂടെ 2 കൈ പിടിക്കുക. അപ്പോഴേക്കും ഈ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ എൻ്റെ മക്കളെ ഈ പള്ളി എന്തിനാടാ, ഇതെന്തിനാണ്,
ഇത് ഈ ജാതി സ്പർദ്ധയും മതസ്പർദ്ധയുള്ള ആളുകളെ ചികിത്സിക്കാനുള്ള ഒരു ഭ്രാന്താശുപത്രിയാക്കുമല്ലേ ഭേദം. ഇതാണ് കവിത. വിശുദ്ധ പാപികൾ. ഇവിടെയൊക്കെ യേശുക്രിസ്തു എവിടെ? ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ആളുകളുണ്ടല്ലോ, ശരിയാണല്ലേ, സംഗതി ശരിയാണെന്നുള്ള ധൈര്യമാണ് എനിക്ക്. അല്ലാതെ ഒരാളെ പരിഹസിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു പാർട്ടിയെ പരിഹസിക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയുള്ള സങ്കുചിത ലക്ഷ്യമില്ലാതെ എഴുതിയാലുണ്ടല്ലോ, ദാറ്റ് വിൽ ബി അപ്രീഷിയേറ്റഡ്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരുത്തം ചിന്തിച്ചാൽ അത്രയായി. ഇതെല്ലാം കൊണ്ട് ഇപ്പോൾ പാർട്ടി മാറിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇത് സാഹിത്യകാരനുണ്ടല്ലോ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ പോലെ ചെയ്യാനൊക്കില്ല. അവന് പ്രശ്നം എത്രയാണോ ചൂണ്ടിക്കാണിക്കാനുള്ള ധർമ്മമുള്ളൂ, അത് ഞാൻ ചെയ്യുന്നു. ഓക്കെ സാറേ, അവസാനമായി സാറിനോട് ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങൾ ഈ ഓഡിയൻസിനോട്, ഈ ശാലോം പ്രേക്ഷകരോട് സാറിന് പറയാനുള്ള ഒരു ജീവിതത്തിൽ സാറിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം. ജീവിതമുണ്ടല്ലോ ജ്ഞാനാഗോചരമായ ഒരു വസ്തുതയാണ്. അത് ലഘുവോ ഗുരുവോ എന്നറിഞ്ഞുകൂടാ. ഏതായാലും അതിന് വളരെ ഗുരുത്വം കൊടുത്ത് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അതിനെ വളരെ ലഘുവായിട്ട് എടുക്കണം. വളരെ വക്രതയും അതിമോഹങ്ങളും ഒക്കെ കൂടാതെ ഉണ്ടല്ലോ ഒരു ജീവിതം. നാം ഒരു പ്രത്യേക ചുറ്റുപാടിൽ വന്ന് ജനിച്ചിരിക്കുന്നു. ഓരോ മനുഷ്യൻ അങ്ങനെയാണ്. ആ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് എങ്ങനെ സാമൂഹിക നന്മയ്ക്ക് പ്രയോജനകരമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കാമെന്നാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവൻ്റെതെല്ലാം വാരി വലിച്ച് എനിക്കുണ്ടാക്കണം, അധികാരവും സ്വത്തും ഇതെല്ലാം കൂടെ എൻ്റെ കയ്യിൽ ആർജിച്ച് എൻ്റെ ചിറകിൻ്റെ കീഴിലാക്കണം എന്നുള്ള അതിമോഹങ്ങളുണ്ട്. അല്ലാതെ ജീവിക്കാമെന്നേ. ഇവിടെ ഈ രാഷ്ട്രീയക്കാരും മതാധിപന്മാരും ഒക്കെ ഉണ്ടല്ലോ, പലരും ഇത്രയൊന്നും ആവശ്യമില്ല, ഈ ആക്രാന്തങ്ങൾ ആവശ്യമില്ല. അല്ലാതെ സമാധാനകരമായൊരു ജീവിതം നയിക്കുക, അത്രയ്ക്കും നയിച്ചാൽ മതി എന്നുള്ളൊരു ആശയടക്കം വേണമെന്നർത്ഥം. അങ്ങനെ ജീവിതത്തെ ഉണ്ടല്ലോ, തനിക്ക് കിട്ടിയിരിക്കുന്ന ജീവിതത്തെ തനിക്കും തൻ്റെ സഹജീവികൾക്കും പ്രയോജനകരമായ രീതിയിൽ വലിയ വളവും തിരിവും ഒക്കെ കൂടാതെ ന്യായമായി കൊണ്ടുപോവുക എന്നുള്ളത് സാധിക്കുന്നൊരു കാര്യമാണ്. ആ ഒരു രീതിയിൽ ഉള്ള പുരോഗതി. അപ്പോൾ ബാഹ്യമായിരിക്കുന്ന പുരോഗതിയേക്കാൾ കൂടുതൽ ആന്തരികമായിരിക്കുന്ന ഒരു വില നേടണം എന്നർത്ഥം. കാതൽ നേടണം, ചിന്തയിൽ കാതൽ നേടണം. അപ്പോൾ ബാഹ്യമായ പുരോഗതിക്ക് യാതൊരു ക്ഷാമവുമില്ല. ആന്തരിക ശോഷണം ഇവിടെയുണ്ട്. അത് പരിഹരിക്കാനാകണം മതത്തിൻ്റെയും ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നിയത്. എല്ലാവരും ആന്തരികമായിരിക്കുന്ന ഒരു വില, ഒരു ഗുരുത്വം നേടുവാനുള്ള ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് ആത്യന്തികമായി പറയുവാനുള്ളത്. സ്നേഹസൽസ്വരൂപനാം നിൻ പിതാവിൻ സ്വർഗീയ ഗേഹത്തിൽ ഇന്നും വാഴാനിളമുണ്ടെങ്കിൽ പിന്നെ വന്നു നീ ജനിക്കല്ലേ ദേവാ, വച്ചിരിക്കില്ലേ മന്ന് 33 ദിവസം പോലും നിന്നെ, എങ്കിലും അങ്ങല്ലാതെ ആരുണ്ട് ദേവാ, പാപപങ്കിലം ലോകം താങ്ങാൻ വീണ്ടും നീ വന്നെത്തുന്നു. സാറ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തെ ലഘുവായി കണ്ട് ജീവിതത്തിൻ്റെ ഉള്ളിലെ ആന്തരിക നന്മയെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. സാറിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും, ഒരു കവിയാണെങ്കിലും ഒരു പാട്ടുകാരനാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും ഏത് കഴിവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിലും ആ കഴിവിലൂടെ നമുക്ക് സമൂഹത്തിനോടൊരു പ്രതിബദ്ധത നിറവേറ്റാനുണ്ട്, സമൂഹത്തിനോടുള്ള ധർമ്മം നിറവേറ്റാനുണ്ട്. അതിനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ.